കാസർഗോഡ് പൈവിളികയിൽ അച്ഛനും അമ്മയും 13-15 വയസ്സ് പ്രായമുള്ള 2 മക്കളും അടങ്ങിയ സന്തുഷ്ട കുടുംബം. ഇവരുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു അയൽവാസിയായ പ്രദീപ്, അച്ഛൻ്റെ അടുത്ത സുഹൃത്ത്. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനും വീട്ടിലെ ആവശ്യങ്ങൾക്കുമെല്ലാം ഇവർ ആശ്രയിച്ചിരുന്നത് ഓട്ടോ ഡ്രൈവറായ പ്രദീപിനെയാണ്. ചെറുപ്പം മുതൽ എടുത്തു വളർത്തിയ പെൺകുട്ടികൾ വളർന്നു വലുതായതോടെ പ്രദീപിൻ്റെ സ്വഭാവത്തിലും മാറ്റം വന്നിരിക്കണം. പൈവിളികയിൽ കഴിഞ്ഞ ദിവസം കാണാതായ 15 വയസ്സുകാരിയെ തേടിയുള്ള അന്വേഷണത്തിലാണ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം എല്ലാവരും അറിയുന്നത്. 42-കാരനായ പ്രദീപിനെയും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയും വീടിന് സമീപത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. എന്തായിരിക്കാം കൂട്ട ആത്മഹത്യക്കുള്ള കാരണം? ഇരുവരും തമ്മിൽ അരുതാത്തതായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസും നാട്ടുകാരും. പൈവിളിക മണ്ടേക്കാപ്പിൽ കാണാതായ 10ാം ക്ലാസ്സുകാരിയുടെയും ഓട്ടോ ഡ്രൈവറായ യുവാവിന്റെയും മൃതദേഹങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. വീടിന് 200 മീറ്റർ മാറി മൈതാനത്തോട് ചേർന്നുള്ള കാടിനുള്ളിൽ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ഒരേ മരത്തിലാണ് ഇരുവരെയും പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. 2 മൊബൈൽ ഫോണുകളും ഒരു കത്തിയും സ്ഥലത്ത് കണ്ടെത്തി. 15 വയസ്സുള്ള പെൺകുട്ടിയെ ഫെബ്രുവരി 11-നാണ് കാണാതായത്. അതേ ദിവസം തന്നെ ഇവരുടെ കുടുംബ സുഹൃത്തായ 42-കാരൻ പ്രദീപിനെയും കാണാതായിരുന്നു. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ അന്നു തന്നെ മാതാവ് കുമ്പള പോലീസിൽ പരാതി നൽകി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയത് മണ്ടേക്കാപ്പിലാണെന്ന് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് ഡ്രോൺ ഉപയോഗിച്ചും പോലീസ് നായയെ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തിയെങ്കിലും തുമ്പൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെൺകുട്ടിയെ കണ്ടെത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയും ഫയൽ ചെയ്തു. ഇതോടെ പെൺകുട്ടിയുടെയും യുവാവിന്റെയും തിരോധാനം വലിയ വാർത്തയായി. തിരോധാനം അറിഞ്ഞിട്ടും പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടില്ലെന്ന് സ്ഥലം MLA AKM അഷ്റഫ് കുറ്റപ്പെടുത്തി. 42-കാരനായ തൊട്ടടുത്തുള്ള അവരെ വീടുമായി സമ്പർക്കമുള്ള ഒരു ചെറുപ്പക്കാരന് 15-കാരി മിസ്സായ സ്ഥിതിക്ക് നമുക്കുണ്ട് എവിടെയെങ്കിലും ഇവരുണ്ടാകും. അവരെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയിലായിരുന്നു. 26 ദിവസത്തിന് ശേഷം വീടിന്റെ തൊട്ടടുത്ത് ഈ രീതിയിൽ സങ്കടകരമായി ഇതിന്റെ ഒരു പര്യവസാനം കേൾക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. സത്യത്തിനും പോലീസിനൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. സംഭവം ഏറെ വിവാദമായതോടെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ ഇരുവരുടെയും വീടിന് സമീപത്തെ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന അക്വേഷ്യ കാടിനകത്ത് തെരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചത്. പോലീസും നാട്ടുകാരും സംയുക്തമായി പ്രദേശത്ത് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തൂങ്ങാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കയർ മുറിക്കുന്നതിന് ഉപയോഗിച്ച കത്തിയാണ് സ്ഥലത്ത് കാണപ്പെട്ടതെന്ന് സംശയിക്കുന്നു. കാണാതായ ദിവസം പെൺകുട്ടി ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെയാണ് മൃതദേഹത്തിലും ഉണ്ടായിരുന്നത്. ഓട്ടോ ഡ്രൈവറായ പ്രദീപ് പെൺകുട്ടിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പലപ്പോഴും പെൺകുട്ടിയെ സ്കൂളിൽ എത്തിച്ചിരുന്നത് പ്രദീപായിരുന്നു. ഫെബ്രുവരി 11-ന് രാത്രി വീടിനകത്ത് ഉറങ്ങാൻ കിടന്ന കുട്ടിയെയാണ് കാണാതായത്. 12-ന് രാവിലെയാണ് ഇക്കാര്യം വീട്ടുകാർ അറിഞ്ഞത്. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തുറന്നു വെച്ച നിലയിലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ വീടുമായി നല്ല ബന്ധമുള്ള ആളാണ് പ്രദീപ്. ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്ന് പറയുന്നു. എന്നാൽ വിവാഹത്തിന് വീട്ടുകാർ അനുകൂല തീരുമാനം കൈക്കൊള്ളില്ലെന്ന സംശയമാകാം ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് 18 കാസർഗോഡ്.